മൈ കുക്കിംഗ് ബ്ലോഗ്സിലേക്ക് സ്വാഗതം. വളരെ എളുപ്പത്തിൽ വളരെ രുചികരമായ രീതിയിൽ ഒരു കൊഴുക്കട്ട, ഹെൽത്തി ആയുള്ളൊരു കൊഴുക്കട്ട എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുകയാണ്. ചട്നി ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ട് കൊഴുക്കട്ട ഉണ്ടാക്കാം. പുഴുങ്ങലരിയാണ് കൊടുത്തിട്ട് 2 ഗ്ലാസ് പുഴുങ്ങലരിയും ആവശ്യത്തിന് ഉപ്പും 1 ഗ്ലാസ് വെള്ളവും ചേർത്ത് നല്ല കട്ടിയിൽ നിന്ന് അരച്ചെടുക്കണം. നമ്മൾ കുതിർത്ത് വെച്ച പുഴുങ്ങലരിയാണ്. പുഴുങ്ങലരി കുതിർത്ത് വെക്കണം. പിന്നെ അതിലേക്ക് താളിപ്പുണ്ട്. താളിപ്പിന് വേണ്ടിയിട്ട് നമുക്ക് വറ്റൽമുളകും കറിവേപ്പില, ഉഴുന്നുപരിപ്പ്, കടലപ്പരിപ്പോ പുരികടലയോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ചോപ്പടി ഇഞ്ചിയൊക്കെ യൂസ് ചെയ്യുന്നവരുണ്ട്. നമ്മൾ സിമ്പിളായിട്ടാണ് ചെയ്യുന്നത്. ചീനച്ചട്ടിയിൽ കടുക് പൊട്ടിച്ച് ഉഴുന്നുപരിപ്പും പുരികടലയും ഇട്ട് അതിലേക്ക് വറ്റൽമുളകും കറിവേപ്പിലയും കൂടി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഓരോരുത്തരും ഓരോ ടേസ്റ്റി ആയിട്ട് വേണമെങ്കിൽ നമുക്ക് പല രീതിയിലുള്ള വെജിറ്റബിൾസ് ആഡ് ചെയ്യാം. നമ്മൾ എരിവുള്ളതാണ്, അതിലേക്ക് നമ്മൾ തേങ്ങ ചിരകിയതും ആ മാവും കൂടി ആഡ് ചെയ്ത് ഇതേപോലെ കിണ്ടിയെടുത്ത് ഇതുപോലത്തെ പരുവത്തിലാക്കി എടുക്കണം. എന്നിട്ട് അതിന് ശേഷം സ്റ്റീമറിൽ അത്യാവശ്യം വെള്ളമൊക്കെ ഒഴിച്ച് നല്ലപോലെ സ്റ്റീമർ വെച്ചതിന് ശേഷം ഇതുപോലെ ഇളം ചൂടിൽ തന്നെ നമുക്ക് ഉരുണ്ട പിടിക്കാം. ഇതുപോലെ ഉരുണ്ടകളാക്കി നമ്മൾ ഒരു 15 മിനിറ്റ് സ്റ്റീം ചെയ്തെടുത്തു കഴിഞ്ഞാൽ വളരെ രുചികരമായ ഒരു കൊഴുക്കട്ടയാണ്. കുഞ്ഞുങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടും. അധികം സ്പൈസിയും അല്ല. നമുക്ക് അവരും ഉണ്ടാക്കി നോക്കുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും ഷെയറും ചെയ്യുക.